ഹായ് വെൽക്കം ബാക്ക് ടു ചിരാസ് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഏറ്റവും എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്താൽ മസാല വേഗം പിടിക്കും. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തു. ഇനി ഗരം മസാല 1/4 ടേബിൾ സ്പൂണൊക്കെ ഗരം മസാല, പിന്നെ 2 സ്പൂണ് സുർക്കയും ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ്, ഞാനിവിടെ 2 സ്പൂണ് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വേണ്ട, ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തെടുത്തപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നിരുന്നു. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇതൊന്ന് അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വെക്കാം. ഞാനിവിടെ 2 മണിക്കൂർ വെക്കണം. എത്രത്തോളം നമ്മൾ വെക്കുന്നോ അത്രത്തോളം മസാലകളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ഞാനിവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം മതി, എന്നാലേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നില്ല, അങ്ങനെ സോഫ്റ്റ് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഏത് ഓയിലാണോ കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓയിൽ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം, ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ. എന്നാൽ എണ്ണയും കൂടുതൽ ചിലവാവില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകം പുറം തിരിച്ചിട്ട് വേവിക്കണം കേട്ടോ. എണ്ണയിൽ കിടക്കുന്നില്ലല്ലോ, അപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ട് വേവിക്കണം. ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീനൊക്കെ മറിച്ചിടുന്ന പോലെ അത് തിരിച്ചിട്ടും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കി വരുന്നതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പൊരിച്ചെടുത്തു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ആവുന്ന റെസിപ്പിയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.